പ്രിയപ്പെട്ടവരെ, ഇന്ന് സെപ്റ്റംബർ 6-ാം തീയതി വെള്ളിയാഴ്ച സമയം 11:30 ആയിട്ടുണ്ട്. ഒരു വലിയ പരിഭ്രാന്തിയിലാണ് നമ്മുടെ കീം അലോട്ട്മെന്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും അവരുടെ പേരൻസും ഉള്ളത്. എന്നെ നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും എൻട്രൻസ് കമ്മീഷണർ ഭാഗത്തു നിന്ന് 29-ാം തീയതി വന്ന വിജ്ഞാപന പ്രകാരം അവരൊക്കെയും തേർഡ് അലോട്ട്മെന്റ്, പ്രൊഫഷണൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിനു ശേഷം ആ അലോട്ട്മെന്റ് കിട്ടിയ കോളേജിലേക്ക് ചേരണമെങ്കിൽ, അടുത്ത ദിവസം ചേരണമെങ്കിൽ, പഴയ അഡ്മിഷൻ എടുത്ത സെക്കൻഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ എടുത്ത കോളേജിൽ പോയി സർട്ടിഫിക്കറ്റ്സും ഫീസും തിരികെ വാങ്ങിക്കണം എന്ന ഒരു നടപടി അവർ പൂർത്തീകരിക്കാനായിട്ട് അവർ കോളേജുകളിലേക്ക് ചെന്നിരിക്കുകയാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്, നിങ്ങൾ തേർഡ് അലോട്ട്മെന്റ് പ്രൊഫഷൻ ലിസ്റ്റ് ക്യാൻസൽ ചെയ്തു. കൂടാതെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നോട്ടിഫിക്കേഷൻസ് ഒന്നും കിട്ടാത്തത് കൊണ്ട് കോളേജ് അധികൃതർ സർട്ടിഫിക്കറ്റ്സോ TC ഒന്നും കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഇത്തരം ഒരു പരിഭ്രാന്തി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരുപാട് നൂറുകണക്കിന് പേരൻസ്, കുട്ടികളൊക്കെ പല കോളേജിലും ഓഫീസിന്റെ വരാന്തയിൽ ഇപ്പോൾ കൺഫ്യൂഷനായിട്ട് അവരുടെ അങ്ങേയറ്റം ബുദ്ധിമുട്ട് അനുഭവിച്ച് അവർ നിൽക്കുകയാണ്. ഈ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്നത്, അത് സംജാതമാവുന്നത് സാധാരണ കോമൺ സെൻസ് ഉള്ളവർക്കൊക്കെ മനസ്സിലാകുന്ന കാര്യമാണ്. നമ്മൾ 29-ാം തീയതി ഈ വിജ്ഞാപനം വന്നപ്പോൾ തന്നെ വീഡിയോ ചെയ്തതാണ്. കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, ഈ പറയുന്ന ചെറിയ 2 ദിവസത്തെ കാലയളവിൽ ഇതെല്ലാം കൂടെ നടത്തിക്കുക, പഴയ കോളേജിൽ പോയിട്ട് ഫീസ് റീഫണ്ട് വാങ്ങിക്കുക, സർട്ടിഫിക്കറ്റ്സ് വാങ്ങിക്കുക, ഇതൊക്കെ കൊണ്ടുവന്ന് പുതിയ കോളേജിൽ കൊണ്ട് അഡ്മിഷൻ എടുക്കുക, കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ സ്റ്റുഡൻസ് ട്രാവൽ ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കണം എന്ന് നമ്മൾ അതേ ദിവസം തന്നെ ആവശ്യപ്പെട്ടിരുന്നതാണ്. അപ്പോൾ ഇത് മുന്നോട്ട് പോവുകയും ചെയ്തു. ഈ പറയുന്ന ഒരു അലോട്ട്മെന്റ് നിങ്ങൾ ക്യാൻസൽ ചെയ്തുവെങ്കിൽ എന്തുകൊണ്ട് അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള, അത് കൃത്യമായിട്ട് ഡയറക്ട്ലി അഫക്റ്റഡ് ആവുന്ന പേരൻസിനെയും കുട്ടികളെയും നിങ്ങൾക്ക് എന്തുകൊണ്ട് കൃത്യമായിട്ട് അറിയിച്ചുകൂടാ? നിങ്ങൾ ഇതുവരെ ഒരു ഓർഡർ പബ്ലിഷ് ചെയ്തിട്ടില്ല. മിസ്റ്റർ കമ്മീഷണർ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കുട്ടികളെയും പേരൻസിനെയും അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ പെരുവഴി കുട്ടിയെ നിർത്തിച്ചിരിക്കുന്നത്. കാരണം നിങ്ങൾ ഇതുവരെ ഈ നിമിഷം വരെ നോട്ടിഫിക്കേഷന്റെ ഓർഡർ പബ്ലിഷ് ചെയ്തിട്ടില്ല. പ്രൊഫഷണൽ ലിസ്റ്റ് ക്യാൻസൽ ചെയ്തെന്നുള്ള വിവരം ഓർഡർ നിങ്ങൾ ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഈ കുട്ടികളും പേരൻസും കൊച്ചു വെളുപ്പാൻ കാലത്ത് നേരത്തെ ഇറങ്ങിയതാണ്. കാരണം നിങ്ങൾ വളരെ കുറച്ച് സമയമാണ് അവർക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. 6-7 2 ദിവസത്തിനുള്ളിൽ ഈ കാര്യങ്ങൾ മുഴുവൻ പൂർത്തീകരിക്കേണ്ടതാണ്. പഴയ കോളേജിൽ പോയി അവരുടെ ഫീസും സർട്ടിഫിക്കറ്റ്സും തിരികെ വാങ്ങേണ്ടതാണ്. ഇവര് വഴിയിലാണിപ്പോൾ. കുറെ പേര് കോളേജ് എത്തിയിട്ടുണ്ടാവും, കുറെ പേര് വഴിയിലാണ്. ഈ പെരുവഴി നിൽക്കുന്ന ആൾക്കാരെ വിളിച്ച് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ മുന്നോട്ട് പോകണോ അതോ പുറലോട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണം എന്നുള്ളതാണ്. ഈ ഒരു ഊരാക്കുടുക്കിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിച്ചത് നിങ്ങളാണ്. അവർക്ക് ക്ലാരിറ്റി കൊടുക്കാത്തത് നിങ്ങളാണ്. അലോട്ട്മെന്റ്, ഫൈനൽ അലോട്ട്മെന്റ് എപ്പോൾ വരും, കോളേജുകൾക്ക് സർട്ടിഫിക്കറ്റ്സ് വിട്ടുകൊടുക്കാനായിട്ട് നിങ്ങൾ എപ്പോൾ നിർദ്ദേശം കൊടുക്കും എന്നുള്ള കാര്യത്തിൽ കൃത്യത ഇനിയെങ്കിലും, ഈ വൈകിയ വേളയിലെങ്കിലും നിങ്ങൾ മറുപടി പറയേണ്ടതാണ്. ഉടനടി അതിനുള്ള റെസ്പോൺസ് നിങ്ങൾ കൊടുക്കേണ്ടതാണ് എന്ന അപേക്ഷയോടുകൂടി നിർത്തുന്നു. താങ്ക് യു.